sisters. Sari sisters. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ ബ്ലോഗുമായിട്ടാണ്. ബർത്ത്ഡേ വ്ളോഗ് മാത്രമല്ല, പിന്നെ നമ്മുടെ യൂട്യൂബിന് 2000 സബ്സ്ക്രൈബേഴ്സുമായി. അപ്പം വളരെ ഹാപ്പിയാണ് നമ്മൾ. അപ്പം ഞങ്ങൾ ഓൾറെഡി വിചാരിച്ചതാണ് 2000 സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ വീഡിയോ ചെയ്യണം. അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനൊരു സ്പെഷ്യൽ ബർത്ത്ഡേ ഡേയും കൂടെ ആയതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പം ആരുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ഈ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാക്കാണ്. കാരണം ഞങ്ങളുടെ രണ്ടുപേരും ബർത്ത്ഡേ കഴിഞ്ഞു, പപ്പയുടെ ബർത്ത്ഡേ കഴിഞ്ഞു, പിന്നെ ഉള്ളത് ആരാന്നറിയാലോ. അപ്പം മമ്മിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പം കഴിഞ്ഞ ബർത്ത്ഡേ, അതായത് പപ്പയുടെ ബർത്ത്ഡേക്കാണ് നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയത്. അതുപോലെ ഇപ്പം മമ്മിയുടെ ബർത്ത്ഡേക്കല്ല ആയത്, പക്ഷെ അതിന് മുന്നെയാണ് നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പം നമുക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മമ്മിയുടെ ബർത്ത്ഡേക്ക് എന്തായാലും കേക്ക് മുറിക്കണമല്ലോ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ 2000-ൻ്റെ കൂടെ കേക്കായി നമ്മളിതിനെ കണക്ക് കൂട്ടാമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതെ, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു 2000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് അച്ചീവ് ചെയ്തത്. ഞങ്ങളുടെ ഓരോ ഫോളോവേഴ്സിനും വളരെ വളരെ സ്പെഷ്യൽ നന്ദി. പിന്നെ നമ്മളിപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് ഔട്ടിങ് പോലെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മളൊരു പ്ലാൻ. അപ്പം ബാക്കിയുള്ള എല്ലാം വഴി നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പം നമുക്കിനി ഒട്ടും വൈകാതെ എന്ത് ചെയ്യാം, കേക്ക് മുറിക്കാം. അപ്പം കേക്ക് മുറിക്കൽ പരിപാടിയിലോട്ട് പോവുകയാണ്. എല്ലാവർക്കും കമോൺ. അപ്പോൾ ഇതാണ് നമ്മുടെ മമ്മിക്ക് വേണ്ടി വാങ്ങിച്ച സ്പെഷ്യൽ കേക്ക് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡുമാണ്. ഞങ്ങൾ വാങ്ങിച്ചത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മമ്മിക്കുട്ടിയെ കണ്ടാലോ. ഹാപ്പി ബർത്ത്ഡേ മോമി. ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മമ്മി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അമ്മയുടെ ബർത്ത്ഡേ മാത്രമല്ല, ഞങ്ങൾക്ക് എന്തായി 2000 സബ്സ്ക്രൈബേഴ്സും കൂടായി. അതും കൂടെ ഇല്ലാതെ കൂടെ സന്തോഷം പങ്കുവെക്കുന്നു. രണ്ടും കൂടെ അങ്ങ്. ഇന്ന് ഞങ്ങളുടെ ശീലക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങളുടെ 2000K ആയത്. 2000 സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്ക് ആയിട്ടുണ്ട്. അതിന്റെ ഒരു സന്തോഷം. അത് രണ്ടും കൂടി ഞങ്ങൾ ഒന്നിച്ച് കേക്ക് മുറിച്ച് ഞങ്ങൾ ആഘോഷിക്കുക. അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണം. ബർത്ത്ഡേ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് വരുന്നതൊക്കെ കാണാം. സന്തോഷിപ്പിക്കാൻ പോവാണ് ഞങ്ങൾ. അതോടൊപ്പം നിങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാം റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെ എത്തിയെന്നുണ്ടോ, മീൻപിടിപ്പാറ. കൊട്ടാരക്കരയുള്ള മിക്കവർക്കും ഇതറിയായിരിക്കും. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ അകത്തൊരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പപ്പയും മമ്മിയും ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ട് ഓരോന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും കലങ്ങി മറിഞ്ഞ വെള്ളമല്ലായിരുന്നു അവിടെ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു കലങ്ങി മറിഞ്ഞായിട്ട് വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ചുമ്മാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എന്നിട്ട് ഇങ്ങനെ ഓരോ ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാലാൻ തുടങ്ങി. മമ്മി അപ്പോഴത്തേക്ക് കുടയൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്ന് തലയിൽ കൈയും വെച്ചൊരു ഓട്ടം ഓടുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ഐസ്ക്രീമും വാങ്ങിച്ച്, പപ്പയും മമ്മിയും ഓരോ ചായ വാങ്ങിച്ച്, പപ്പ കുറച്ച് മിച്ചറും വാങ്ങിച്ച്, അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചും കുടിച്ചും അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു.
പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ ഉള്ള കാഴ്ചകളായി കാണുന്നത്. അപ്പോഴാണ് നമ്മൾ ഊഞ്ഞാൽ കണ്ടത്. ഊഞ്ഞാലി കണ്ടപ്പോൾ പിന്നെ ആടാതൊരു പോക്കില്ലല്ലോ. അങ്ങനെ ആദ്യം ഞാനും മമ്മി ഇരുന്നാടി, പിന്നെ മമ്മിയും പപ്പയും ഇരുന്നാടി. പിന്നെ ഊഞ്ഞാലാടുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് ആടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പപ്പ പയ്യെ ഇറങ്ങി. പിന്നെ വീണ്ടും ഞാനും സിബയും ഒന്നും കൂടി ഇരുന്നാടി. പിന്നെ ഞങ്ങൾ അതിൽ ആടി ഉലഞ്ഞ് പരസ്പരം എങ്ങനെയൊക്കെയോ വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പപ്പയും മമ്മയും ഇങ്ങനെ എടുത്ത് അവരുടെ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഊഞ്ഞാലാടാൻ ഒരു ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇരുന്ന് ഊഞ്ഞാലാടുകയായിരുന്നു. അങ്ങനെ വീഡിയോ ഒക്കെ പിന്നെയും എടുത്തു. പിന്നെ പപ്പയും മമ്മിയും ഇങ്ങനെ ഓരോ വീഡിയോകൾ അവർ തന്നെ എടുക്കുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്ന് എന്നിട്ട് താഴെ വെള്ളത്തിലോട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു സൈഡിലോട്ട് മാറിയിരുന്ന് വെള്ളത്തിൽ കളിക്കുമായിരുന്നു. അപ്പം പപ്പയും മമ്മിയും അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് കാലൊക്കെ ഇട്ട് ഇങ്ങനെ ചുമ്മാ അടിക്കുന്നുണ്ട് വെള്ളത്തിൽ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരുമിച്ച് 4 പേർക്കും കൂടെ വെള്ളത്തിൽ കാലിട്ടടിച്ചാലോ എന്ന്. പിന്നെ ഞങ്ങൾ നടന്ന് അങ്ങനെ അറ്റം വരെ പോയി. പിന്നെ അറ്റത്തോട്ട് പോകുന്നതോറും അങ്ങനെ കാണാനൊന്നുമില്ല, കുറേ മരങ്ങളും കാഴ്ചകളും ഒക്കെ തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങനെ റെസ്റ്റോറൻറ്റിലെത്തിയ ശേഷം മെനു ഒക്കെ നോക്കി എന്ത് വേണമെന്ന് ഇങ്ങനെ ഡിസൈഡ് ചെയ്യുമായിരുന്നു. അപ്പോഴേക്കും ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കഴിച്ച ഐറ്റംസ് ആണ് ഈ കാണുന്നതൊക്കെ. ഫുഡ് വന്നപ്പം പിന്നെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ, കാരണം വിശന്നിരിക്കില്ല. ഫുഡ് കഴിക്കാൻ ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ബാക്കി കലാപരിപാടികളെല്ലാം ഫുഡ് കഴിച്ചിട്ട് മാത്രം നമ്മളെല്ലാം പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് ഫുഡിൻ്റെ ഐറ്റംസ് എത്തി. നമ്മൾ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളൊരു മൊയ്റ്റയും പിന്നെ അതിന് ശേഷം ഒരു മിൻറ്റ് ലൈമും കഴിച്ചു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങൾ വിചാരിക്കുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഇന്നത്തെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സിൻ്റെ ഫോട്ടോസും വീഡിയോസും ആണേ. അപ്പം ഞങ്ങൾ ഇവിടെ പോയി ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ പിന്നീട് ഒരിക്കലും ഞങ്ങൾക്ക് തന്നെ ഈ ഒരു ഡേ എടുത്ത് നോക്കുക, ഞങ്ങളുടെ ഹാപ്പി മൊമെൻറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സ്റ്റാർ സിസ്റ്റേഴ്സ്.